In a shocking incident at Oldham Royal Hospital in Greater Manchester, a 57-year-old Indian origin nurse, Achamma, was attacked by a patient with scissor. The patient, identified as Mohammad Roman Haq, was reportedly upset about being asked to wait for a medical assessment. Achamma, originally from Kerala, has been working at Oldham Royal for past 10 years and is well known in her community. Her neighbors shared that she often worked long night shifts and was dedicated to her job. Tragically, she is now in critical condition after this senseless attack. ഹലോ ഫ്രണ്ട്സ്, നമ്മളെ ചെറുപ്പക്കാരായ വിദ്യാർത്ഥികൾ, അതായത് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രൊഫഷണൽ കരിയർ അവർ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇപ്പോഴേ കേരളത്തിൽ നിന്ന് അവർ ചൂസ് ചെയ്യുന്നൊരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേഴ്സിംഗ് ആണ്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു 4-5 വർഷങ്ങളായിട്ട് ഏറ്റവും കൂടുതൽ ഓപ്പർച്യൂണിറ്റികൾ വിദേശ രാജ്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേഴ്സിംഗ് ആണ്. അതിപ്പോൾ അമേരിക്ക ആണെന്നുണ്ടെങ്കിലും ഓസ്ട്രേലിയ ആണെങ്കിലും കാനഡ ആണെങ്കിലും UK, അയർലൻഡ് ഇങ്ങനെയുള്ള ഏത് രാജ്യത്ത് വേണമെങ്കിലും നമുക്കൊരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ 100% ഉറപ്പുള്ള ഒരു പ്രൊഫഷനാണ് നേഴ്സിംഗ്. അപ്പോൾ നമുക്കറിയാം ഈ ഒരു UK എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ആദ്യ ബാച്ചുകൾ, അതായത് 3-3.5 വർഷങ്ങൾക്ക് മുൻപ് വന്ന ഈ ഒരു നേഴ്സിംഗ് സ്റ്റുഡൻ്റായിട്ട് വന്നിട്ടുള്ള കുട്ടികളെല്ലാവരും തന്നെ അവരുടെ പഠനം പൂർത്തിയാക്കി അവരുടെ പിന്നമ്പറുകളൊക്കെ കെട്ടി വിവിധ NHS ഹോസ്പിറ്റലുകളിൽ ഇപ്പോഴവർ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. മിടുക്കരായിട്ടുള്ള ഇതേപോലെയൊക്കെ തന്നെ ഹൈലി എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, അതായത് നമുക്കറിയാം ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഒരു പ്ലസ് 2 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് ചിലപ്പോൾ MBBS അല്ലെങ്കിൽ മെഡിസിനൊക്കെ എടുത്ത് അല്ലെങ്കിൽ വലിയ ഹയർ എഡ്യൂക്കേഷൻ IAS IPS ഒക്കെ എടുത്ത് പോകാൻ കഴിവുള്ള കുട്ടികൾ പോലും അവർ വിദേശ രാജ്യത്ത് പോയിട്ടൊന്ന് സെറ്റിലാകാം അല്ലെങ്കിൽ നല്ലൊരു ജോലി നമുക്ക് നേടാമെന്നുള്ള ആ ഒരു ഷോർട്ട് കട്ടിലൂടെയാണ് അവർ നേഴ്സിംഗ് പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ നേഴ്സിംഗ് പഠിച്ച് മിടുക്കരായിരിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം NHS ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നേഴ്സിംഗ് ഹോമിൽ ഒരു ജോലി കിട്ടിയാൽ പോലും അവർക്കൊരു മാനേജർ തസ്തികയിലൊക്കെ വരാനായിട്ട് ഈസി ആയിട്ട് സാധിക്കും. ഇതൊക്കെ നമ്മൾ പറയുമ്പോഴും ഈ ഒരു കരിയറിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ളതാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് UK ഇപ്പോഴും മാഞ്ചസ്റ്ററിൽ ഒരു അറ്റാക്ക് നടന്നു. നമ്മുടെ ഒരു മലയാളി നേഴ്സാണ് അതിൽ ഇരയായത് എന്നുള്ളത് നമ്മൾ ഈ സമയങ്ങളിലാണ് അറിയുന്നത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഗ്രേറ്റർ മാഞ്ചസ്റ്ററിലെ റോയൽ ഓൾഡ്ഹാം ഹോസ്പിറ്റലിൽ നമ്മളുടെ മലയാളിയായിരിക്കുന്ന അച്ചാമ്മ ചെറിയാൻ എന്നറിയപ്പെടുന്ന നേഴ്സിന് ഈ ഒരു അറ്റാക്ക് ഉണ്ടായത്. നമ്മൾ കറണ്ട് ഒരു സിറ്റുവേഷനിൽ UK ഹോസ്പിറ്റലുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും പറയുന്ന കാര്യമാണ്, ഇവിടുത്തെ ഹോസ്പിറ്റലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രോഗികളെ കൊണ്ട്, അതായത് രോഗികളെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ധാരാളം അഡ്മിഷനുകളാണ് ഇപ്പോഴുണ്ടാകുന്നത്. നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിലെ A&Eയിൽ പോയി കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്ന് ഇരിക്കാൻ പോലും പറ്റാത്ത ഒരവസ്ഥയാണ്. A&Eയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ മണിക്കൂറുകളോളമായിരിക്കും. നമ്മളിപ്പോഴൊരു സീരിയസ് ഇഞ്ചുർഡായിട്ടൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ പോലും നമുക്ക് അവിടെ ഒരു ഡോക്ടറെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ മണിക്കൂറുകളോളം അവിടെ കാത്തിരിക്കണം. അതിപ്പോഴേ ഇനി കുഞ്ഞുങ്ങളെ കൊണ്ടാണ് പോകുന്നതെങ്കിൽ പോലും അവരെ ഒരു ഡോക്ടറെ കാണിക്കണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 3-4 മണിക്കൂർ നമ്മളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. പല ഹോസ്പിറ്റലുകളുടെയും ഈ ഒരു സെയിം സിറ്റുവേഷനിലാണ് UK ഇപ്പോൾ കടന്നു പോകുന്നത്. നമുക്കറിയാം ന്യൂമോണിയ, കോവിഡ്, അതേപോലെ തന്നെ ഫ്ലൂ, ഇതിൽ ഏറ്റവും കൂടുതലുള്ള ഒരു സമയമാണ് ഈ ഒരു വിൻ്റർ ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടി ചേർന്നിട്ടുള്ള ഒരു വിൻ്ററിനാണ് ഇപ്പോഴൊരു 2025 സാക്ഷ്യം വഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഹോസ്പിറ്റലിലെ ഇത്രയും വലിയ തിരക്കിൻ്റെ മുകളിലാണ് ഈ അസുഖങ്ങൾ കൂടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ധാരാളം ആൾക്കാരാണ് ഇപ്പോൾ NHS ഹോസ്പിറ്റലിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. നമുക്കൊരു അസുഖം വന്നിട്ട് A&Eയിലൊക്കെ നമ്മൾ ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പനിയാണ് അല്ലെങ്കിൽ തലവേദനയാണ് അല്ലെങ്കിൽ നമുക്ക് വൊമിറ്റിംഗ് ഉണ്ട്, ഇതുപോലുള്ള അസുഖങ്ങളും സിംറ്റംസും ഒക്കെ ആയിട്ട് നമുക്ക് വീട്ടിലിരിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയിലായിരിക്കും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത്. പക്ഷേ ആ A&Eയിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു 5, 6, 7 മണിക്കൂറുകൾ നമ്മളവിടെ ചിലവഴിച്ചിട്ടായിരിക്കും ഒരു പക്ഷേ നമ്മളെ ഒരു ഡോക്ടറിനെ കാണാനായിട്ട് നമ്മൾ സാധിക്കുന്നത്. ഈ ഒരു അറ്റാക്കിൽ 37 വയസ്സുകാരനായ മുഹമ്മദ് റൊമാൻ ഹേഗ് എന്നറിയപ്പെടുന്ന ആളാണ് ഇപ്പോഴ് അറസ്റ്റിലായിരിക്കുന്നത്. അതേ ഹോസ്പിറ്റലിൽ തന്നെ അദ്ദേഹം എടുത്ത ഒരു കത്രിക കൊണ്ടാണ് നമ്മളുടെ ഈ മലയാളിയായിട്ടുള്ള ഈ ഒരു നേഴ്സിൻ്റെ കഴുത്തിന് കുത്തി അവരെ അതിമാരകമായിട്ട് പരിക്കേൽപ്പിച്ചത്. എന്തായാലും അവർ ഇപ്പോൾ റിക്കവറായിട്ട് വരുന്നുള്ളത് വലിയൊരു ആശ്വാസമാണ്. ഈ ഒരു സംഭവം കൂടിയൊക്കെ നടന്നപ്പോഴേക്ക് നമ്മുടെ നേഴ്സുമാരുടെ ഇടയിൽ വലിയൊരു ഭയം ഇപ്പോഴ് പിടികൂടിയുണ്ട്. നമുക്കറിയാം NHS ഹോസ്പിറ്റലുകളിൽ ജോലി ചെയ്യുന്ന നേഴ്സസിനെ സംബന്ധിച്ചോളം ഓരോ വാർഡുകളിലും ജോലി ചെയ്യുന്ന ആൾക്കാർ പലപ്പോഴും അവർ ഈ ഒരു പേഷ്യൻസിൻ്റെ അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ റിലേറ്റീവ്സിൽ നിന്നൊക്കെ ധാരാളം ഇതേപോലെയുള്ള ചീത്തവിളികൾ, ചെറിയ ചെറിയ അറ്റാക്കുകളൊക്കെ എപ്പോഴും ഉണ്ടാകും.
ഉണ്ടാകുന്നതാണ്. ഇങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലൊക്കെ ഇതേപോലെയുള്ള ഒരു പ്രശ്നം ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ മലയാളികളായിരിക്കും മിക്കപ്പോഴും ഇരയായിട്ട് തരുന്നത്. കാരണം ഏതൊരു ഹോസ്പിറ്റലിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാലും അവിടുത്തെ ഏറ്റവും കൂടുതൽ സ്റ്റാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ തന്നിരിക്കുന്ന മലയാളികളായ നേഴ്സസാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 10-15 വർഷം ഓരോ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് ജോലി ചെയ്യുന്നു, നമ്മൾ എക്സ്പീരിയൻസ് ആയിട്ടുള്ള നേഴ്സാണ്. നമ്മളെന്ന് പറഞ്ഞാൽ എപ്പോഴും ഈ രോഗികൾക്ക് വേണ്ടുന്ന എത്രയൊക്കെ നമുക്ക് മാക്സിമം എത്ര നമ്മൾ ഒരു 12 മണിക്കൂർ ജോലിക്ക് പോയി കഴിഞ്ഞാൽ അതിൽ ഭക്ഷണം പോലും കഴിക്കാൻ സമയം കണ്ടെത്താത്ത ധാരാളം നേഴ്സുണ്ട്. കാരണം അവർക്ക് കിട്ടുന്ന ബ്രേക്ക് പോലും അവർ എടുക്കാതെ, അല്ലെങ്കിൽ അവർ നേഴ്സാണ്, ഒരു പക്ഷേ ഇതുപോലെയുള്ള ക്രിട്ടിക്കലായിട്ടുള്ള ബിസിയസ്റ്റ് വാർഡുകളിലൊക്കെ ജോലി ചെയ്യുന്ന നേഴ്സസിനെ സംബന്ധിച്ചോളം അവർക്കൊന്ന് ടോയ്ലറ്റിൽ പോകാൻ പോലും ചില സമയങ്ങളിൽ അവർക്ക് സമയം കിട്ടാറില്ല. അതുപോലെ തന്നെ അവർ കൊണ്ടുപോകുന്ന ഭക്ഷണം അതേപോലെ തന്നെ തിരിച്ചു കൊണ്ടുവരും. നമ്മൾ രാവിലെ 7 മണിക്ക് പോയി കഴിഞ്ഞാൽ വൈകിട്ട് 7:30 വരെ ജോലിയാണെങ്കിൽ ചിലപ്പോൾ 8-8:30 ആയിരിക്കും തിരിച്ചു വരുന്നത്. ഇതേപോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് ഇപ്പോൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ ടോയ്ലറ്റിലൊന്നും പോയിട്ടില്ലെങ്കിൽ വേണ്ട, നമ്മുടെ സമയത്തിന് എങ്ങനെയെങ്കിലും ഇതൊന്ന് തീർത്തിട്ട് വീട് പറ്റാനുള്ള ആ ഒരു സാഹചര്യത്തിൽ പലപ്പോഴും നമ്മൾ ഭക്ഷണം പോലും ഒഴിവാക്കാറുണ്ട്. അപ്പം അങ്ങനെ സിൻസിയറായിട്ട് ഇത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്ന നേഴ്സാണ്. ചിലപ്പോൾ എല്ലാവരെയും നമുക്ക് ഒരുപോലെ പരിഗണിക്കാനായിട്ട് സാധിക്കത്തില്ല. ഓരോ സ്ഥലങ്ങളിലും ഇപ്പോഴേ ഓരോ വർഷവും 1000-ൽ കൂടുതലൊക്കെ ഇതേപോലെയുള്ള ഇൻസിഡൻസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 2024 കണക്കുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെർക്ക്ഷയർ ഹെൽത്ത് കെയർ NHS ട്രസ്റ്റിൽ മോർ ദാൻ 800 അറ്റാക്സ് ഓൺ സ്റ്റാഫ് ഇൻ എ ഇയർ ആണ് പറഞ്ഞിരിക്കുന്നത്. ഏകദേശം 800-ൽ കൂടുതൽ ഇതുപോലുള്ള ഫിസിക്കൽ അസോൾട്ടാണ് ഈ പറയുന്ന ബെർക്ക്ഷയർ ഹെൽത്ത് കെയർ NHS ട്രസ്റ്റിൽ കഴിഞ്ഞ വർഷം രേഖപ്പെടുത്തിയ ടോട്ടൽ 925 നോൺ ഫിസിക്കൽ അറ്റാക്സും ഉണ്ടായിട്ടുണ്ട്. കെന്റ് ആൻഡ് സസെക്സ് NHS ഹോസ്പിറ്റലിൽ കഴിഞ്ഞ വർഷം ഏകദേശം 1700ഓളം കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു കേസിൻ്റെ ഒരു കണക്കുകൾ നമ്മൾ നോക്കുമ്പോൾ 2018 1159 കേസുകളായിരുന്നു റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ 2022 അത് 1714 വർദ്ധിച്ചു. ഏകദേശം 47% ഇൻക്രീസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ 2024 നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു കെന്റ് ആൻഡ് സസെക്സിൽ ഏകദേശം 1700-ൽ കൂടുതൽ ഇതുപോലെയുള്ള ഫിസിക്കൽ അസോൾട്ട്സുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ലണ്ടനിൽ ഇതേപോലെയുള്ള കണക്കുകൾ ഇപ്പോഴേ പുറത്ത് വരുമ്പോൾ 2022 വരെ കണക്കുകൾ വന്നപ്പോൾ 1000-ൽ കൂടുതൽ വയലൻസുകളാണ്, ഇതേപോലെയുള്ള ഫിസിക്കൽ അസോൾട്ടുകളാണ് NHS ഹോസ്പിറ്റലുകളിൽ നിന്നും ഇപ്പോഴേ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. UK വിവിധ ഹോസ്പിറ്റലുകളുടെ കണക്കുകൾ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1000-ൽ കൂടുതൽ ഫിസിക്കൽ അസോൾട്ടുകളാണ് ഓരോ വർഷവും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇതിനെതിരെ ഇപ്പോഴും നമ്മളുടെ ഹെൽത്ത് സെക്രട്ടറി ആയിരിക്കുന്ന വെസ്റ്റ് ട്രീറ്റിങ് അദ്ദേഹം ഓൾറെഡി ഈ ഒരു ഓൾഡ്ഹാം ഹോസ്പിറ്റലിലെ ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഇതുപോലുള്ള അറ്റാക്കുകളോ അല്ലെങ്കിൽ വയലൻസുകളോ ഒന്നും തന്നെ ഹോസ്പിറ്റലിൽ നടത്താനായിട്ട് പാടില്ല, അപ്പോൾ അതിനെതിരെ നടപടി എടുത്തിരിക്കുമെന്നുള്ളത് പറഞ്ഞു. അതുപോലെ തന്നെ RCNൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന നിക്കോള റേഞ്ചറും ഇതൊരു ഷോക്കിംഗ് റിപ്പോർട്ട് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെതിരെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ സീരിയസ് ആയിട്ടുള്ള നടപടികൾ എടുക്കുമെന്നൊക്കെ പറയുന്നു. എന്നിരുന്നാലും നമുക്കറിയാം, NHS ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ഒരു നേഴ്സിനെ സംബന്ധിച്ചോളം ഇതേപോലെയുള്ള ചെറിയ ചെറിയ അറ്റാക്കുകൾ ധാരാളമായിട്ട് നടക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു 37 വയസ്സുകാരൻ മുഹമ്മദ് റോബാൻ ഹെയ്ഗ് ഇപ്പോഴ് അറസ്റ്റിലാണ്. അദ്ദേഹം റിമാൻഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിന് നടപടി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാഞ്ചസ്റ്ററിലെ ഇപ്പോഴ് ഈ ഒരു അറ്റാക്കിന് ഇരയായിരിക്കുന്ന അച്ചാമ്മ ചെറിയാൻ എത്രയും പെട്ടെന്ന് തന്നെ സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നതിലേക്ക് എല്ലാവർക്കും വീണ്ടും നന്ദി, നമസ്കാരം.